റോമാലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും? പരിശുദ്ധാത്മാവ് എന്താണ് ഈ വാക്യത്തിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാം. ദൈവം നമ്മോട് എത്രമാത്രം കരുണയുള്ളവനാണെന്ന് നമ്മെ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. ശരിയല്ലേ? ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്! രാവിലെ തോറും ദൈവത്തിൻ്റെ ദയ എത്ര വലിയതും പുതിയതുമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന് നമ്മോടുള്ള ദയ വലുതാണ്. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നത് അവൻ്റെ ദയ, നമ്മോടുള്ള അവിടുത്തെ ദയ, കരുണ വളരെ വലുതായിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് വചനം നമ്മളെ ഓർപ്പിക്കുന്നു, ദൈവം നമ്മോട് വളരെ കരുണയുള്ളവനാണ്. ദൈവം നമ്മോട് വളരെയേറെ ക്ഷമ കാണിക്കുന്നു. ദൈവം നാം ചെയ്ത ഓരോ തെറ്റിനും അപ്പോഴപ്പോൾ ശിക്ഷിച്ച് നമ്മോട് ഇടപെട്ടിരുന്നെങ്കിൽ നാം ആരും ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ദൈവം നമ്മോട് എത്രമാത്രം ക്ഷമ കാണിക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. നമ്മുടെ മാറ്റത്തിനു വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. മാറ്റം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ മാറ്റമാണോ? മനോഭാവത്തിൻ്റെ മാറ്റമാണ്. നമ്മുടെ മനസ്സ് വൃത്തികെട്ട മനസ്സാണ്. പകയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സ്. ആദാമിൻ്റെ സന്തതികൾക്കെല്ലാം ആ മനസ്സാണുള്ളത്. എന്നാൽ നമ്മുടെ മനസ്സിന് ഒരു മാറ്റം, അതിനാണ് മാനസാന്തരം എന്ന് വചനം വിളിക്കുന്നത്. ആ മാറ്റത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്, ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത്. പക്ഷെ നാം ആരും ക്ഷമയോടെ നമ്മുടെ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചോ ദയയെക്കുറിച്ചോ ഒട്ടും ചിന്തിക്കുന്നില്ല എന്നുള്ളതല്ലേ വാസ്തവം. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 4-ാം വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം കരുണയുള്ളവനാണ്. ഒരുപക്ഷെ നമ്മിൽ പലർക്കും അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരിക്കും. ഇതാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം നമ്മോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മോട് വളരെയേറെ ക്ഷമ കാണിക്കുന്നു. നമ്മുടെ മാറ്റത്തിനു വേണ്ടി ആണ്. ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നാണ്. പക്ഷേ ഇത് നാം പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയല്ലേ. ഒരുപാട് നമ്മോട് ക്ഷമ കാണിച്ച് കരുണ കാണിച്ച് ദൈവം നടത്തുന്നത് നമ്മുടെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കാത്തിരിപ്പാണ്. അത്രമാത്രം കരുണാമയനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നാം ഓരോരുത്തരും വാസ്തവത്തിൽ നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. ഒരു കൊച്ചു ജീവിതമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെ, വയലിലെ പുല്ലുപോലെ, ചാഞ്ഞു പോകുന്ന നിഴല് പോലെ ജീവിക്കുന്ന മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. നാം അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുവാൻ കഴിയാതെ പോയാൽ നാം പിടഞ്ഞു വീഴുന്നവരല്ലേ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ളത് മാത്രമാണ്. എല്ലാവർക്കും ഓരോരോ പ്രവൃത്തികൾ ദൈവം ഈ ആയുസ്സിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ ഉണ്ട്. എല്ലാ അവയവങ്ങളും ഒരു പ്രവൃത്തിയല്ല ചെയ്യുന്നത്. ഓരോ അവയവത്തിനും അതതിൻ്റെ പ്രവൃത്തിയുണ്ട്, അത് അവർ ചെയ്യുന്നു. ഇതുപോലെ
എല്ലാ മനുഷ്യർക്കും ദൈവം ഓരോ നിയോഗങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ കടപ്പാടുകളും ചുമതലകളും ഉത്തരവാദിത്തങ്ങളും തന്നിട്ടുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാകണം. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് വാസ്തവത്തിൽ ഈ ലോക ജീവിതം സന്തോഷകരമായിട്ട് അനുഭവപ്പെടുന്നത്. എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനം, നമുക്ക് കിട്ടിയ ആയുസ് എങ്ങനെ ജീവിച്ചു തീർത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവെ, ഈ നല്ല പ്രഭാതത്തിൽ അവിടുത്തെ കരുണയെക്കുറിച്ചും ദയയെക്കുറിച്ചും ഞങ്ങളെ കേൾപ്പിച്ചു. ഇത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ മാനസാന്തരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന, മനസ്സിന് മാറ്റം വരുവാൻ കാത്തിരിക്കുന്ന ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സഹായിക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.